ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടേസ്റ്റിയായ തേങ്ങ വറുത്തരച്ച തിരണ്ടി മീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ കറി തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ തിരണ്ടി മീൻ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി 2 പിടി തേങ്ങ വറുത്തെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. 4 വെളുത്തുള്ളി അല്ലി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. അരച്ചെടുത്ത തേങ്ങ ഒരു ഫ്രൈങ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്തെടുത്ത 2 കഷ്ണം കുടംപുളി ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. 1 തക്കാളി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 തണ്ട് കറിവേപ്പില ചേർക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റോളം തിളക്കുമ്പോഴത്തേക്കും ഈ കറിയുടെ പുളിയെല്ലാം നന്നായി ഇറങ്ങി വരും. ആ സമയത്ത് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം. രണ്ട് 3 മിനിറ്റ് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പച്ചമുളകിൻ്റെ കൂടുതൽ ഫ്ലേവർ കറിക്ക് ലഭിക്കും. ഇനി ഇത് അടച്ചു വെച്ച് 20 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ മുളക് പൊടിയോ ഉപ്പോ ചേർക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഈ കറി താളിക്കാൻ വേണ്ടി ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ ചെറിയ ഉള്ളി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റിയായ വറുത്തരച്ച തിരണ്ടി മീൻ കറി റെഡി ആയിട്ടുണ്ട്. തിരണ്ടി മീൻ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. കപ്പയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറി. ഞങ്ങളുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.